ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ആയിട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് സ്റ്റോറി ഇട്ട് പോവാം. നമ്മളെ ബോയ്സ് എല്ലാവരും റിച്ച് അല്ല. പോർ ബോയ്സ് എല്ലാവരും റിച്ച് അല്ല. അവരെല്ലാവരും ഒന്ന് കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. കോളേജ് എല്ലാവരും പഠിക്കുകയാണ്. എല്ലാവരും ഒരേ ക്ലാസ് ഒരേ ക്ലാസ് മാതിരി. അവർ ഓരോന്നും ക്ലാസ് മാതിരി. അതേമാതിരി നമുക്ക് നോക്കാം. എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ്. അതെ, നമ്മളെ ഹീറോയിൻ റിച്ച് ഗേൾ. റിച്ച് പറഞ്ഞാൽ നമ്പർ 1 ബിസിനസ് മാൻ. ഒരേ ഒരു മോളാണ് നമ്മളെ കഥനായിക. ഓക്കെ, നമ്മളെ കഥനായികനെ നോക്കാം. അവരെല്ലാവരുള്ള കൊറിയയിൽ. നമ്മളെ ഹീറോയിൻ ഇന്ത്യൻ ഗേൾ. നമുക്ക് നോക്കാം. നല്ല ഉറക്കത്തിലായിരുന്നു നമ്മളെ കഥനായിക. നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഹീറോയിൻ അനിയൻ എണിപ്പിക്കായിരുന്നോ? ചേച്ചി, എന്താ ഉറക്കം? എണി. ഇവൻ്റെ ഒരു കാര്യം എന്താടാ പ്രശ്നമോ? മറന്നു പോയടി, ഇന്ന് നമുക്ക് ട്രിപ്പ് പോകണ്ടേ? ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. എന്താടാ ട്രിപ്പ്? ചേച്ചി പ്ലീസ് ചേച്ചി, ട്രിപ്പ് പോവാ. ട്രിപ്പാ? എനിക്ക് കുറച്ച് ഉറങ്ങണം പ്ലീസ് ചേച്ചി. കൊറിയൊക്കെ പോകുമ്പോൾ. കൊറിയനാ? ശരി, ഞാൻ പാക്കപ്പ് ചെയ്യാം. ചേച്ചി. ശരിടാ, എണിക്കാം എന്നെ പറഞ്ഞ് ഹീറോ പോയി കുറിച്ച് ഡ്രസ്സ് ഒരു പിങ്ക് കളർ ഡ്രസ്സ് ഇട്ടായിരുന്നു. ഇത് കണ്ട് ഷോക്കായിരുന്നു എനിക്ക്. ചേച്ചി എപ്പോൾ നോക്കും ബ്ലാക്ക് ഡ്രസ്സ്? ബ്ലാക്കാ? മമ്മി ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട മമ്മി എന്ത് ചെയ്യും എനിക്കറിയുമല്ലേ. ശരി അങ്ങനെ പറഞ്ഞ് ഹീറോ പിങ്ക് ഡ്രസ്സ് ഇട്ട് വന്നെ. അപ്പോൾ സമാധാനമായി. എപ്പോൾ ഒക്കെ ബ്ലാക്ക് ഇന്ന് മാസമില്ല എന്നെ ഹീറോയിൻ്റെ ഡാഡി പറയായിരുന്നു. മുറിക്കായിരുന്നു ഹീറോ. അയ്യോ, ഇവള് മുറിക്കാണല്ലോ. അങ്ങനെയല്ല, അവരെല്ലാം ട്രിപ്പ് പോയായിരുന്നു. ഹീറോയിൻ്റെ ഡാഡിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു അത് കൊറിയയിൽ. അങ്ങനെ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ കുറച്ച് എൻജോയ് ചെയ്തായിരുന്നു. ഹീറോയിൻ്റെ മമ്മി കുറച്ച് ഡ്രസ്സെടുക്കുക. ഹീറോയിൻ മുറിക്കായിരുന്നു. എന്തിനും മോം ഇതല്ല. അവിടെ പോയിട്ട് മിണ്ടാതെ ഫുള്ള് കാട്ടി കിടക്കണമെന്നാ മോം എന്നെ പറഞ്ഞ് മുറിക്കായിരുന്നു. ശരി ബാ, എന്നെ എല്ലാം പാക്കിക്ക് ഈ ബാഗ് നിന്ന് കന്ന പിടിച്ചോ എന്ന് പറയായിരുന്നു. മോം അതെവിടെ ഇറക്കിടി? മോം പറഞ്ഞേക്ക് ആ ബോക്സിൽ ഒരു ഡ്രസ്സ് എടുത്തോണ്ട് വരാൻ. കാരണം മെർട്ടായിരുന്നു. മമ്മിനെ കുറച്ചെടുത്തോ എന്നെ പറഞ്ഞിട്ട് മമ്മി ബാഗ് എടുത്തോണ്ട് പോയായിരുന്നു. ടെറർ പീസാണല്ലോ ഈ മമ്മി എന്നെ പറഞ്ഞായിരുന്നു. അങ്ങനെ 2 ഡ്രസ്സ് ബ്ലാക്ക് ഡ്രസ്സ്, ബാക്കിയെല്ലാം ഓരോ ഡ്രസ്സായിരുന്നു. അതൊക്കെ ഹീറോയിനെ മമ്മി കണ്ടിക്കാതെ ഫുൾ ഡ്രസ്സായിരുന്നു. മോശമായിരുന്നു പറഞ്ഞ് 2 ഡ്രസ്സ് എടുത്താൽ ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അങ്ങനെയായിട്ട് ഫ്ലൈറ്റിൽ കയറിയിരുന്നു. കുറച്ച് ഉറങ്ങായിരുന്നു. എത്തി. മോം അങ്ങനെ അവർ ഇറങ്ങി. നെക്സ്റ്റ് ഫ്ലൈറ്റിൽ നമ്മൾ പോകുന്നില്ല കൊറിയയ്ക്ക്. പോയിട്ട് ഹീറോയ്ക്ക് കിടന്ന് ഉറങ്ങിയായിരുന്നു. ഇതിനൊക്കെ അമ്മായിരുന്നു ഹീറോയിനെ കൊണ്ടിട്ട്. മോം എന്നടേ പോണ്ടേ ഫ്ലൈറ്റാ? എന്നാ ഫ്ലൈറ്റിൽ കയറി. അങ്ങനെ ആയിട്ട് കുറച്ച് നേരം ഉറങ്ങായിരുന്നു. നല്ല ഉറക്കമായിരുന്നു. എണിപ്പിച്ചായിരുന്നു മോം. എത്തി എന്താ ഉറക്ക് എന്ന് മമ്മി ഇങ്ങനെ മിരട്ടതാ. വാ. മമ്മിയുടെ ശരി. അങ്ങനെ ഇറങ്ങി വന്നായിരുന്നു എയർപോർട്ട്. അവിടെ ഡ്രൈവർ ഉണ്ടായിരുന്നു. സാർ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ വന്ന്. അത് ഹോട്ടലായിരുന്നു. ഹോട്ടൽ ഡിന്നർ ഫുഡെല്ലാം കഴിച്ചായിരുന്നു. അതേതല്ല ഫുഡായിരുന്നു. മമ്മി എന്ത് പറയായിരുന്നു? നല്ല ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. പിന്നെ ഗസ്റ്റ് ഹൗസ്, അതൊരു ഗസ്റ്റ് ഹൗസാണ്. അവിടെ പോയിട്ട് താമസിക്കാൻ തുടങ്ങി. ഹീറോയിൻ മമ്മിക്ക് ഡാഡിക്ക് ശരിമ്മാ ഞാൻ പോവാ എന്ന് പറഞ്ഞ് ഹീറോയിൻ ഡാഡി പോയി. ഡാഡ്, എനിക്ക് കൊറിയനെ കുറിച്ച് ഒന്നും അറിയില്ല, മിണ്ടാതെ ഉള്ളിലിരുന്നു. ഹീറോയിൻ ഡാഡിയോട് പറഞ്ഞു, എടാ ഇവളെ നോക്കിക്കോ. ശരി, നീ ഇപ്പോൾ കൂടെ എടുക്കുമ്പോൾ കൂടെ പോടാ എന്ന് പറഞ്ഞായിരുന്നു. ശരി എന്ന് പറഞ്ഞായിരുന്നു ഹീറോയിൻ്റെ അനിയന്. ഇവളെ കാര്യം എനിക്ക് അറിയോ. ഡാഡിക്ക് കുറച്ച് ടെറർ, മമ്മിക്ക് മാത്രം ടെറർ, ഡാഡിക്ക് ബേബി മാറി എന്ന് പറയായിരുന്നു. അതെ ഹീറോയ്ക്ക് ഡാഡിയെ ഭയങ്കര പേടിയാണ്. മമ്മീനെ അത്ര ഒന്നുമില്ല. അങ്ങനെയായിട്ട് ഹീറോ ശരിടാ നമുക്ക് വെളിയിൽ പോവാം, ഡാഡി ഒന്ന് പോയി. മമ്മി പറയായിരുന്നു വേണ്ടമ്മ നീ പോകണ്ട വെളിയിൽ. മമ്മി നോക്കി മുറയ്ക്കായിരുന്നു. മോം മിണ്ടായിരുന്നു. മോം എനിക്ക് പോകണം എന്ന് പറഞ്ഞു ഹീറോ ടെറർ പീസായിട്ട് മാസ്ക് ഇട്ട് ഹീറോ സ്റ്റൈലായി നടത്തുകൊണ്ട് വരായിരുന്നു. അവിടെ ഒരു വോയിസ് കേൾക്കായിരുന്നു. നിറയെ വോയിസ് കേൾക്കായിരുന്നു. എന്ത് വോയിസ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു ബോയ് ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ട് ഒരു ബോയ് വന്നായിരുന്നു. മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ക്യൂട്ടായിട്ട് ഒരു ബേബി ആയിരുന്നു. ചെറിയ കുട്ടിയാണ്. ഹായ് ബേബി എന്ന് പറയുന്നത്. ഹായ്, എന്താ അവിടെ സൗണ്ട് കേൾക്കുന്നു, വോയിസ് എല്ലാം കേൾക്കുന്ന ബേബിനോട് കേൾക്കുക. ബേബി പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കൊറിയയിൽ പറയുന്നുണ്ട് ചേട്ടന്മാരുണ്ട് അങ്ങനെ. അങ്ങനെ എന്താ ചെയ്യുന്നത് ഇവിടെ? എല്ലാം നമുക്ക് ചോക്ലേറ്റ് തന്നതാ എന്ന് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞ് നോക്കാൻ പോയായിരുന്നു. അതിലൊരു ബോയ് സ്റ്റൈലായി നടന്നുകൊണ്ട് വരായിരുന്നു.
അതേ അങ്ങ് ബോയ്സ് ഊർന്ന് ബോയ്സ് വരുന്ന കണ്ട് ഹീറോയിൻ ജോളിൽ വിട്ട് സൈറ്റ് അടിക്കായിരുന്നു ഹീറോയിൻ. എന്നടി ഇവള് എന്ന് പറഞ്ഞു ഹീറോയിൻ്റെ അനിയൻ വന്ന് നോക്കുക. എന്നടി വായോളം നോക്കണേ, അങ്ങോട്ട് നോക്ക് തിരിച്ച്. അതുകൊണ്ട് ഹീറോയിൻ്റെ അനിയൻ വായോളം ഷോക്കായിരുന്നു. ആരടി ഇത്, മിളുക്ക് മാതിരി ഉണ്ടല്ലോ എന്ന് പറയുന്നത്. ഇവിടെ പായം വിടറ, വാവ് എനിക്ക് ഞാനൊരു ബോയാ എന്ന് പറഞ്ഞ് ഹീറോയിൻ അനിയൻ ഇതാക്കി. കാണാനുള്ള ഭംഗിയുണ്ട്. എടാ എടീ ഇവരുടെ അനിയത്തിമാരുണ്ട്, ഞാൻ കുറച്ച് ചെയ്യാടി ക്യൂട്ടായിട്ടുണ്ടടി എന്ന് ഹീറോയിൻ്റെ അനിയൻ ഉറക്കുവരായിരുന്നു. ഇത് ഹീറോയിൻ മുറയ്ക്കായിരുന്നു എന്ന് ചിരിക്കായിരുന്നു. പോടാ അങ്ങനെയായിട്ട് അങ്ങനെ അവരെല്ലാം ഫോളോ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അത് നോക്കുമ്പോൾ അവരെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ആ ഹീറോയിൻ ഒരു ഫോട്ടോസ് 7 ഒരു ഫോട്ടോ എടുത്തായിരുന്നു. കോളേജിൽ പോയി. അതെ, ആ കോളേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് അതിൽ ഒരു ബോയിൻ്റെ പേര് കേട്ടായിരുന്നു. അതിൽ ജിൻ എന്ന് ഒരു വോയിസ് കേട്ടായിരുന്നു. ജിന്നു തിരിഞ്ഞു നോക്കിയായിരുന്നു. അവിടെ ടീച്ചറായിരുന്നു, ടീച്ചർ സംസാരിക്കുക. അപ്പോൾ ഇവൻ്റെ പേര് ജിൻ. ശരി ഓക്കെ എന്ന് ബാക്കി പ്ലാൻ ചെയ്തിട്ട് ഹീറോ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഒരു സെക്രട്ടറി വരുന്നു. മാം എന്നെ വിളിച്ചത്, ഇവൻ്റെ പേര് ജിൻ, ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം. ഇല്ല ഡാഡിയുടെ നീ പോയിട്ട് ക്ലബിൽ പോയി ഡാൻസ് കളിക്കുക, ഉള്ള പണത്തിന് കാളിയാക്കാൻ ഞാൻ പോയിട്ട് പറയാം ഡാഡി. അയ്യോ മാ പറയട്ടെ എൻ്റെ വൈഫിനോട് പറഞ്ഞാൽ എൻ്റെ വൈഫ് എന്നെ ചട്നിയാക്കൂ. ശരി മാ ഞാൻ പോയിട്ട് കണ്ടുപിടിക്കാമെന്ന് പോയിട്ട് സെക്രട്ടറി ഓടിപ്പോയായിരുന്നു. അത് പിന്നെ ഒരാൾ കേൾക്കായിരുന്നു. എന്തിനപ്പാ സാർ പേടിക്കുന്നേ? ഇവളെക്കുറിച്ച് എന്തറിയോ? എനിക്കറിയോ. ഞാൻ ഒരു ദിവസം ഇവ പറഞ്ഞ് അനുസരിക്കാതെ ബോസ് പറഞ്ഞ് ഇവളെക്കുറിച്ച് അനുസരിക്കട്ടെ എന്ന് ഞാൻ പോയിട്ട് പറഞ്ഞു ബോസിനോട് ഇവൾ ക്ലബിൽ പോയ കാര്യം. ഇതിട്ട് ഡാഡി വാക്കുകളെല്ലാം കിട്ടി. ഞാൻ ക്ലബിലേക്ക് പോയിട്ട് എൻ്റെ വൈഫിനോട് പോയിട്ട് ക്ലബിൽ കണ്ട പെണ്ണുകുട്ടികൾ കൂടെ ഡാൻസ് കളിക്കാമെന്ന് പോയിട്ട് വൈഫിനോട് പറഞ്ഞ വൈഫ് നമ്പി വന്ന് എൻ്റെ അടിച്ച് എന്ന് കയറിയായിരുന്നു. കയറിയണ്ട സാർ ഓക്കെ സാർ. അത് എൻ്റെ വൈഫിനോട് സാർ നിൻ്റെ വൈഫിനോട് പോയിട്ട് പറയൂ. അത് കേട്ട് പേടിയായി. ശരി ഓക്കെ എന്നെ പറഞ്ഞാൽ അവർ ഫുൾ ഡീറ്റെയിൽസ് അറിയാം. എന്തിനാ മാം കേൾക്കുന്നത് ഒന്നും മനസ്സിലായില്ല. അങ്ങനെ പോയി അത് ഫുള്ള് ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോ ഡ്രിങ്ക്സ് ചെയ്തായിരുന്നു. എന്താ കണ്ടുപിടിച്ചു ഫുൾ ഡീറ്റെയിൽസ് നോക്കിയായിരുന്നു. ഓ അങ്ങനെയാണോ? അങ്ങനെ ഫുൾ ഓക്കെ എന്ന് പറഞ്ഞു.